നമസ്കാരം. ബിഹൈൻഡ് ദി സ്ക്രീൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. വർഷങ്ങളായി ആ താരസിംഹാസനത്തിൽ എതിരാളികളില്ലാതെ തുടരുകയാണ് ഈ രണ്ട് നടന്മാരും. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം ഭീകരമായതിനാൽ യുവതാരങ്ങൾക്കൊപ്പം ഇരുവരും വളരെ കരുതലോടെയാണ് ഇപ്പോൾ ചുവടുകൾ വയ്ക്കുന്നത്. ഈ രണ്ട് സൂപ്പർ താരങ്ങൾക്കുമൊപ്പം അവരുടെ ഓരോ വളർച്ചയിലും മത്സരിച്ച് അഭിനയിച്ച ഒരു നടനാണ് ജഗതി ശ്രീകുമാർ. ആരെയും കൂസാതെ തൻ്റെതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന പ്രകൃതക്കാരൻ. ഒരു അഭിമുഖത്തിൽ രണ്ട് നടന്മാരുടെ അഭിനയ മികവിനെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. മോഹൻലാൽ സർഗസിദ്ധി ലഭിച്ച ഒരു ബോൺ ആർട്ടിസ്റ്റ് ആണെങ്കിൽ മമ്മൂട്ടി അഭിനയ രംഗത്ത് ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് മാത്രമാണ്. ജഗതി ശ്രീകുമാറിന്റെ ആ പ്രസ്താവനയിൽ ആദ്യം നീരസം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് പക്വതയോടെ മമ്മൂട്ടി താൻ ഇപ്പോഴും ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് മാത്രമാണെന്ന് സ്വയം സമ്മതിക്കുകയുണ്ടായി. ഇപ്പോൾ ടിവിയിലും മറ്റും ടെലികാസ്റ്റ് ചെയ്യുന്ന ആദ്യകാല മമ്മൂട്ടി ചിത്രങ്ങൾ കണ്ട് പലരും ആ സത്യം അംഗീകരിക്കാറുമുണ്ട്. അഭിനയ പാഠവും രക്തത്തിൽ കലർന്ന നടന് ഒരിക്കലും തന്റെ ശരീരാവയവങ്ങൾ ഭാരമായി അനുഭവപ്പെടാറില്ല. അഭിനയത്തിനൊപ്പം അനായാസം അവരത് ഉപയോഗിക്കുന്നു. സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, PJ ആന്റണി, കൊടിയേറ്റം ഗോപി, ഒടുവിൽ തിലകൻ, നെടുമുടി എന്നിങ്ങനെ മൺമറഞ്ഞ ഒട്ടനവധി താരങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. പക്ഷേ ആദ്യകാലത്തെ മമ്മൂട്ടി ചിത്രങ്ങൾ പരിശോധിച്ചാൽ അഭിനയവേളയിൽ സ്വന്തം കയ്യും കാലും അദ്ദേഹത്തിനൊരു ഭാരം തന്നെയായിരുന്നു. മിക്ക ചിത്രങ്ങളിലും കൈ പാൻസിന്റെ പോക്കറ്റിൽ തിരികെ വെച്ചാണ് അദ്ദേഹം ഡയലോഗ് ഡെലിവറി നിർവഹിച്ചിരുന്നത്. ഒരു നടന് അത്യാവശ്യം വേണ്ട ടൈമിംഗ് അദ്ദേഹം സ്ഥിര പ്രയത്നത്തിലൂടെയാണ് പിന്നീട് നേടിയെടുത്തത്. സ്വന്തം കുറവുകൾക്ക് നേരെ സൂക്ഷ്മദർശിനി തിരിച്ചുവെച്ച് പാകപ്പിഴവുകൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തി മുന്നേറിയ ഒരു നടനാണ് മമ്മൂട്ടിയെന്ന് ഒരിക്കൽ MT വാസുദേവൻ നായർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പഠനകാലത്ത് സ്റ്റേജിൽ അവതരിപ്പിച്ച മിമിക്രി അനുകരണം നടനായപ്പോൾ ശബ്ദ ക്രമീകരണത്തിന് മമ്മൂട്ടിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അഭിനയത്തിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയെങ്കിലും സിനിമയിൽ തുടരണം എന്ന ഉദ്ദേശത്തോടെ തുടക്കത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി. മോഹൻലാലിന്റെ ഡയലോഗ് പ്രസന്റേഷൻ മിക്കപ്പോഴും സ്റ്റേറ്റ്മെന്റ് രീതിയിലാണെങ്കിൽ ഗാംഭീര്യത്തിന്റെ ഏറ്റക്കുറിച്ചിലുകളിലൂടെയായിരുന്നു മമ്മൂട്ടി കഥാപാത്രങ്ങളുടെ ശബ്ദരീതി. വില്ലൻ വേഷങ്ങൾ ചെയ്ത് മുന്നേറിയ മമ്മൂട്ടി അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുകുമാരൻ എന്ന നടനെ ചില കഥാപാത്രങ്ങളുടെ ശബ്ദശൈലിക്ക് വേണ്ടി അനുകരിച്ചിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ തൃശൂർ സ്ലാങ്ങിനേക്കാൾ കയ്യടി നേടിയത് പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ തൃശൂർകാരനാണ്. എന്റെ മകനായിട്ട് എന്റെ അനന്തരാവകാശിയായിട്ട് സ്വീകരിക്കാൻ ഞാൻ അതിന് അനുവാദം കിട്ടാൻ വേണ്ടി ഞാൻ കാരണവന്മാരെ കല്ലറയിൽ തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചേ. കോട്ടയം ഭാഷയിലുള്ള കോട്ടയം കുഞ്ഞച്ചനും തിരുവനന്തപുരം ലോക്കൽ സ്ലാങ്ങിൽ രാജമാണിക്യത്തിലെ ബെല്ലാരി രാജയും കസറിയപ്പോൾ ചട്ടമ്പിനാടിലെ വീരേന്ദ്ര മല്ലയ്യ കർണാടക ചുവയുള്ള മലയാളം കലർത്തിയാണ് കയ്യടി നേടിയത്. മമ്മൂട്ടിക്ക് 1994 ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന ചിത്രത്തിൽ കുടക് മലയാളം സംസാരിച്ചുകൊണ്ടായിരുന്നു ഭാസ്കര പട്ടേൽ എന്ന കഥാപാത്രം മമ്മൂട്ടി ശ്രദ്ധേയനാക്കിയത്. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ ഒരു തോണിക്കാരനായി അഭിനയ രംഗത്തെത്തിയ മുഹമ്മദ് കുട്ടി പിന്നീട് 1979 MT വാസുദേവൻ നായരുടെ ദേവലോകം എന്ന ചിത്രത്തിലാണ് വീണ്ടും അഭിനയിക്കുന്നത്. തുടർന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മേള എന്നീ ചിത്രങ്ങൾക്ക് ശേഷം PG വിശ്വംഭരന്റെ സ്ഫോടനം, KG ജോർജിന്റെ യവനിക ഇവ രണ്ടും കൊമേഴ്ഷ്യൽ വിജയം നേടിയ മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു. 1981 MT IV ശശി കൂട്ടുകെട്ടിന്റെ തൃഷ്ണയാണ് നായക നടൻ എന്ന നിലയിൽ മമ്മൂട്ടിക്ക് കിട്ടിയ ഒരു ജനകീയ ചിത്രം. പിന്നീട് അങ്ങോട്ട് മമ്മൂട്ടി എന്ന നടന്റെ ജൈത്രയാത്രയായിരുന്നു. 80 കാലഘട്ടത്തിൽ ഒരു വർഷം 30-ലധികം ചിത്രങ്ങളിൽ ഈ നടൻ അഭിനയിച്ച ചരിത്രമുണ്ട്. ഹിറ്റ് മേക്കറായ IV ശശിയുടെ ആസ്ഥാന നായകനായിരുന്നു മമ്മൂട്ടി. ജോഷി സാജൻ കൂട്ടുകെട്ടിലേക്ക് വന്നപ്പോഴേക്കും 80-90 കാലഘട്ടത്തിലെ പൈങ്കിളി നായകൻ കൂടിയായി മാറി മമ്മൂട്ടി. കുടുംബ പ്രേക്ഷകർക്കിടയിൽ ബേബി ശാലിനി തരംഗം ഒരു ഹിറ്റ് ഫോർമുലയായി മാറിയപ്പോൾ കുട്ടി, പെട്ടി, മമ്മൂട്ടി എന്ന പ്രയോഗത്തോടെ പലരും വിമർശിച്ചു. സന്ദർഭം, ചക്രയുമ എന്നിങ്ങനെ ചുരുക്കം ചില
ചിത്രങ്ങൾ ഹിറ്റടിച്ചെങ്കിലും തുടർച്ചയായി ആ ട്രെൻഡിൽ ഇറങ്ങിയ പല ചിത്രങ്ങളും ആവർത്തന വിരസത കൊണ്ട് പ്രേക്ഷകരെ ശ്വാസം മുട്ടിച്ചു. 1985 ശേഷം ഈ നടന് കഷ്ടകാലം ആരംഭിച്ചു. പതിവ് പോലെ തിയേറ്ററിലെത്തിയ 34 ചിത്രങ്ങളിൽ നിറക്കൂട്ട്, യാത്ര, ശ്യാമ, വാർത്ത, സ്നേഹമുള്ള സിംഹം എന്നിങ്ങനെ 5ഓളം ചിത്രങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 1986 39 ചിത്രങ്ങൾ റിലീസ് ചെയ്തെങ്കിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത 3 മാസങ്ങൾക്ക് മുമ്പ് ഫാസിലിന്റെ പൂവിന് പുതിയ പൂന്തന്നൽ, IV ശശിയുടെ ആവനാഴി എന്നിങ്ങനെ 3 ചിത്രങ്ങൾ മാത്രമേ വിജയിച്ചുള്ളൂ. ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങളുടെ നീണ്ട നിര തന്നെ ആയപ്പോൾ മമ്മൂട്ടി യുഗം അവസാനിച്ചെന്ന് പത്രമാധ്യമങ്ങൾ വിധിയെഴുതി. പലരും നികൃഷ്ടമായ ഭാഷയിലാണ് ഈ നടനെ വിമർശിച്ചത്. ഷൂട്ടിംഗ് കാണാനെത്തിയ കാഴ്ചക്കാർ പോലും ഒളിഞ്ഞും തെളിഞ്ഞും പരാജയത്തിന്റെ പേരിൽ പരിഹസിച്ചു. അന്നത്തെ ഹിറ്റ് ജോഡികളായിരുന്നു സത്യനന്ദിക്കാടും ശ്രീനിവാസനും. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കാലഘട്ടം. ഫ്ലോപ്പുകളിൽ കുതികുത്തി താഴുന്ന മമ്മൂട്ടിയെ രക്ഷപ്പെടുത്താനെന്നോണം ഇരുവരും ചേർന്ന ശ്രീധരന്റെ 1-ാം തിരുമുറിവ് എന്നൊരു ചിത്രം പ്ലാൻ ചെയ്തു. ഹ്യൂമറിന്റെ പശ്ചാത്തലമുള്ള പ്രസ്തുത ചിത്രത്തിൽ എല്ലാവരും പ്രതീക്ഷ പുലർത്തിയെങ്കിലും അതും തദൈവ എന്നതായിരുന്നു അവസ്ഥ. താൻ നിർമ്മാതാക്കൾക്ക് ഒരു സാമ്പത്തിക നഷ്ടമായി മാറിയപ്പോൾ അഭിനയ ജീവിതം മതിയാക്കാനും കുടുംബസമേതം ഗൾഫ് മേഖലയിലേക്ക് താമസം മാറാനും വരെ മമ്മൂട്ടി ചിന്തിച്ചു തുടങ്ങി. വിജയത്തിൽ തലയിൽ വെച്ച് തുള്ളിയവർ വീഴ്ചയിൽ തറയിലിട്ട് ചവിട്ടുന്ന അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദൈവാധീനം എന്ന കണക്കെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിരുന്നു 1987 തുടക്കത്തിൽ മമ്മൂട്ടിയുടെ കരിയറിൽ സംഭവിച്ചത്. ഡെന്നിസ് ജോസഫ് എഴുതി ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. തൊട്ടുപുറകെ ലോഹിത് ദാസിന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനവും വമ്പൻ ഹിറ്റായി മാറി. വ്യത്യസ്ത തലങ്ങളിൽ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ 2 കഥാപാത്രങ്ങൾ. വിമർശിച്ചവർക്ക് പോലും മമ്മൂട്ടി എന്ന നടനെ വാഴ്ത്തി പറയേണ്ടതായി വന്നു. പരാജയത്തിന്റെ അടിയേറ്റ ദുരനുഭവം പാഠമാക്കിക്കൊണ്ട് പിന്നീടങ്ങോട്ട് വളരെ കരുതലോടെയായിരുന്നു ഈ നടന്റെ ചുവടുവയ്പ്പുകൾ. പന്നിപ്പേർ പോലെ ആണ്ടിൽ 30-40 ചിത്രങ്ങൾ ചെയ്ത നടൻ വളരെ സെലക്റ്റീവായി. 90-ന് ശേഷം മാക്സിമം 6-7 ചിത്രങ്ങൾ മാത്രമേ വർഷത്തിൽ തിയേറ്ററിൽ എത്തിയിരുന്നുള്ളൂ. 3 ദേശീയ അവാർഡും നിരവധി പ്രാദേശിക പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയ മമ്മൂട്ടി എന്ന നടൻ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി ഏതാണ്ട് 420-ലധികം ചിത്രങ്ങൾ ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു. പ്രായം 80-ലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും യുവത്വം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വളരെ അപ്ഡേറ്റായി പുതുമയുള്ള പുതിയ പ്രോജക്റ്റുകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ നടൻ. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കുത്തനെ കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിലെ തലപ്പത്തുള്ളവർ മുറവിളി കൂട്ടിയപ്പോൾ അതിനെ അനുകൂലിക്കുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്യാതെ നിർമ്മാതാവിന്റെ സ്ഥിരം കുപ്പായം തയ്ച്ച് പ്രൊഡക്ഷൻ രംഗത്തും വിതരണ രംഗത്തും സജീവമായിരിക്കുകയാണ് ഇപ്പോൾ ഈ നടൻ. നടനെന്ന നിലയിൽ സ്വന്തം ഡേറ്റ് സ്വന്തം കമ്പനിക്ക് നൽകി മിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മറ്റ് നിർമ്മാതാക്കളെ സഹകരിപ്പിക്കാൻ ഉദ്ദേശമുള്ളൂ എന്നതാണ് അത്രേ പുതിയ തീരുമാനം.